ഡീൻ കുര്യാക്കോസ് എം പി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡീൻ, ഇത് വീണ്ടും വീണ്ടും ഈ സമരത്തിന്റെ രൂപത്തിലല്ല കാണുന്നത്, നേരെ മറിച്ച് മറ്റേതോ രൂപത്തിൽ ജനങ്ങൾ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ കോതമംഗലത്തെ ജനങ്ങൾ, മലയോര മേഖലയിലെ ജനങ്ങളുടെ ഭീതി ഒഴിയുന്നില്ല. ഇപ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം തൊട്ടറിയുന്ന ആളാണല്ലോ താങ്കൾ. എന്താണ് നിലവിലെ സാഹചര്യം? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെന്റ് അതിന്റെ സകല സീമകൾ ലംഘിച്ച് ഈ വിധത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ, പ്രതിപക്ഷ ശബ്ദത്തെ എല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല. ഞാൻ ഈ ചാനലിലൂടെ അഭ്യർത്ഥിക്കുകയാണ്, എവിടെയാണ് മുഹമ്മദ് ഷിയാസ് നേതാവ് DCC പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമാക്കാൻ കേരള പോലീസ് തയ്യാറാകണം. എല്ലാത്തരത്തോളം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് ഇവിടെ പ്രതിപക്ഷ നേതൃനിരയുടെ അതിശക്തമായ പ്രക്ഷോഭം അത് അലയിടിക്കും. തീർച്ചയായും അതിന് കണക്ക് പറയേണ്ടി വരും. പോലീസുകാർ ഇക്കാര്യത്തിൽ എന്തിനാണ് പ്രകോപിതരാകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, അവർക്ക് യാതൊരു മാർഗമില്ല. മാർഗമുള്ളവരൊക്കെ അവിടെ നിന്ന് നാട് വിട്ടുപോയി. ഈ വന്യമൃഗങ്ങളെ പേടിച്ചൊന്നും ഒരാൾ വരെ ജീവിക്കത്തില്ല. പാവപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി കോൺഗ്രസ് പാർട്ടിയും UDF മാറിയതിന്റെ ആ ഒരു വെപ്രാളത്തിലാണ് ഇന്ന് CPM അതിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഈ വിധത്തിലുള്ള ഫാസിസ്റ്റ് പേർവാഴ്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇവിടെ വന്യജീവി സംഘർഷത്തിൽ പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കേവലം വാക്കുകളല്ല, ഈ പറയപ്പെടുന്ന മന്ത്രിമാരുടെ പല പല വാക്കുകളും ഞങ്ങൾ കേട്ട് മടുത്തവരാണ്. ഇവിടെ ജീവിക്കാൻ വയ്യ. 6 മാസം മുമ്പൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് അംഗീകരിക്കില്ല, ഈ മന്ത്രിമാരുടെ നിലപാടുകൾ അംഗീകരിക്കില്ല, ഗവൺമെന്റ് നിലപാട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ വിധത്തിലാണ് ശിക്ഷ വിധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നതെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഡീൻ കുര്യാക്കോസ്, ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. കാട്ടാന, പുലി, കടുവ, കാട്ടുപോത്ത്, ഈ കാട്ടുപന്നി, ഈ ജന്തുക്കളെല്ലാം തന്നെ നിരന്തരം ശല്യം ചെയ്യുന്നുണ്ട്. ഇടുക്കി MP ആയ താങ്കൾക്ക് രക്ഷയില്ല, MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ രക്ഷയില്ല, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് രക്ഷയില്ല. പിന്നെ സാധാരണക്കാരൻ എങ്ങനെ, എന്ത് ധൈര്യത്തിൽ ഇനി സമരത്തിനിറങ്ങും? അതാണ് വിരട്ടി ഭയപ്പെടുത്തി തിരിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്താൽ പാർട്ടി ഇല്ലാതെയാവുന്നില്ല. ഒന്നിന് 10, 10ന് 100 എന്നുള്ള നിലയിൽ ഇരട്ടിയായി ആളുകൾ വർദ്ധിച്ച് ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി മുൻപോട്ട് പോകും. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇതിനൊക്കെ എണ്ണി കണക്ക് പറയേണ്ട സ്ഥിതി വരും. കാരണം ഈ വിധത്തിൽ നെറനായാട്ട് നടത്തി നേതാക്കന്മാര്, ഒരു MLA എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനാവും, അതുപോലെ DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനാവും. എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാരെ ഇതിനിടയിൽ മർദ്ദിച്ചു, അവർക്ക് തലപൊട്ടി, അവരുടെ മാസകലം മുറിവാണ്. പാതിരാത്രിയിൽ ഒളിച്ചിരുന്ന് പോലീസുകാരെ ഗുണ്ടാസംഘങ്ങളെ പോലെ ഉപവാസപ്പന്തലിലേക്ക് അതിക്രമിച്ചു കയറുന്നത് അന്തസ്സത ചേർന്ന പ്രവൃത്തിയല്ല. രാവിലെ മൃതദേഹവുമായി പ്രതിഷേധിച്ചപ്പോ നമ്മളൊന്ന് കണ്ടു. ആ മൃതദേഹത്തെ എത്ര അനാദരവോടുകൂടിയിട്ടാണ് ഈ പോലീസ് പെരുമാറിയത്. ഇവരൊക്കെ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്. ഇവരുടെയൊക്കെ വീട്ടിൽ കാട്ടാന വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇവരുടെയൊക്കെ വീട്ടിൽ വന്യമൃഗങ്ങൾ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇവർക്ക് ഈ പാവപ്പെട്ടവന്റെ വേദന മനസ്സിലാകത്തില്ല. അങ്ങനെ പിണറായി വിജയൻ എക്കാലവും കേരളം ഭരിക്കുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. അങ്ങനെ ഒരു മിഥ്യാധാരണയിൽ ആരെങ്കിലും ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുക. ശരി, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇനി സമരത്തിന്റെ മുഖം? നിങ്ങളുടെ സമരത്തെ അടിച്ചമർത്തുക, ഒരു ജനകീയ സമരത്തെ അടിച്ചമർത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും ആ നിയമപരമായ രീതിയിൽ തന്നെ പോലീസ് തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നവുമല്ല. എങ്ങനെയായിരിക്കും സമരത്തിന്റെ അടുത്ത മുഖം? ഈ പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റ് സൃഷ്ടിച്ചതാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ കണ്ടു കേട്ട് കയ്യും കെട്ടി അതും കുറിപ്പിച്ച് അല്ലെങ്കിൽ അത് അടച്ചിരിക്കുന്ന ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇവിടെ ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയല്ല, ഒരു ന്യായമായിട്ടുള്ള എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫണ്ട് മുടക്കുകയോ പദ്ധതി നടപ്പിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പെട്ടി ഓടി മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ 40 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് ആണ് നടത്തിയത്. അത് ഏത് വിധത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കേരള ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ തെളിവുകളാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാനിവിടുത്തെ MP ആണ്, കുഴൽനാടൻ ഇവിടുത്തെ MLA ആണ്, ഹരിദോസ് ഇവിടുത്തെ MLA ആണ്, ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഇവിടെ അതിശക്തമായ പ്രക്ഷോഭം മുന്നോട്ട് പോകും. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പോലീസ് വിചാരിച്ചാൽ തെറ്റുകാരനെയാണ് ഇപ്പോൾ പന്തലിലേക്ക് വരിക. അവർ ഈ പന്തൽ വിളിക്കാനാണല്ലോ നോക്കിയത്. MLA-മാരെ അറസ്റ്റ് ചെയ്ത്, പുന്നപ്പള്ളിയെയും കൊഴനാടിനെ അറസ്റ്റ് ചെയ്ത് പന്തൽ വിളിക്കാൻ നോക്കിയ പോലീസ് ഇതൊന്ന് നോക്കുക. ഈ പന്തലിൽ 10 പേരുണ്ട്.
ഇവിടെ പോലീസ് വണ്ടി അപ്പുറം ഇപ്പുറം ഉണ്ട്. 150 200 വരുന്ന പോലീസുകാർ അപ്പുറം ഇപ്പുറം രാത്രിയും അവളെ കറ്റ സംവിധാനമായിട്ട് ഇവിടെ ഉണ്ട്. ഇവരെന്തെങ്കിലും ചെയ്യുന്നത് ചെയ്യട്ടെ. ഞങ്ങളെയൊക്കെ കൊന്നൊടുക്കി, ഞങ്ങളൊക്കെ ഇല്ലാതെയാക്കി ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളാണ് അവർ ഉണ്ടാക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതാകട്ടെ. ഞങ്ങൾ ഏതായാലും റെഡിയാണ്. പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നതിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് MP ഇപ്പോൾ പറഞ്ഞത്. നന്ദി ഡീൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.